Good afternoon. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 13 ആണ്, ദ ടൈഗർ ഇൻ ദി ടണൽ. അപ്പോൾ സെക്ഷൻ 1 നോക്കാം. Tembu, the boy opened his eyes in the dark and wondered if his father was ready to leave the hut on his nightly errand. There was no moon that night and the deadly stillness of surrounding jungle was broken only occasionally by the shrill cry of cicada. Sometimes from far off came the hollow hammering of woodpecker carried along on the faint breeze, or the grunt of wild boar could be heard as a dug up a favorite route. But these sounds were rare, and the silence of the forest always returned to swallow them up. അപ്പോൾ എന്താണ് ടെമ്പു എന്ന് പറയുന്നത്? ആരാണ്? ഈ കഥയിലെ നായകന്റെ മോനാണ് ടെമ്പു എന്ന് പറയുന്നത്. അപ്പോൾ ആ ടെമ്പു എന്താണ്, ഒരു ദിവസം കണ്ണ് തുറന്ന് നോക്കുവാണ്. ആ കണ്ണ് തുറന്ന് നല്ല ഇരുട്ടാണ്. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ടെമ്പുവിന്റെ അച്ഛൻ എന്താണ് റെഡി ആവാണ്. ആ രാത്രിയിൽ റെഡിയായി പുറത്തോട്ട് പോവാൻ നിൽക്കുവാണ്. അപ്പോൾ അന്നത്തെ രാത്രി എന്ന് വെച്ചാൽ എന്താണ്, ചന്ദ്രൻ ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല രീതിയിൽ നല്ല ഇരുട്ടുള്ള ഒരു സമയമായിരുന്നു. അപ്പോൾ അച്ഛൻ എങ്ങോട്ട് പോവാൻ നിൽക്കുന്ന? ജംഗിളിലേക്കാണ് അച്ഛൻ പോവാൻ നിൽക്കുന്നത്. അപ്പോൾ ആകെ കേൾക്കുന്നത് എന്താണ്? ചീവിടകളുടെ ശബ്ദം മാത്രമാണ്. അതുപോലെ തന്നെ ഈ മരം കൊത്തുന്ന ശബ്ദം ഇടയ്ക്ക് വന്നു പോയിരിക്കുന്നുണ്ട്. ചില സമയത്ത് നല്ല സൈലന്റ് ആവണമുണ്ട്. അങ്ങനെ സൗണ്ട് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്ന ഒരു അന്തരീക്ഷമായിരുന്നു. അപ്പൊ ആ നൈറ്റില് അച്ഛൻ ഫോറസ്റ്റിലേക്ക് പോകാനായിട്ട് റെഡിയായി നിൽക്കുന്നതാണ് ടെമ്പു കാണുന്നത്. Baldio, the watchman, was awake. He stretched himself slowly, unwinding the heavy shawl that covered him. It was close on midnight and the chill air made him shiver. The station, a small shack backed by heavy jungle, was a station in name only, for train only stopped there, if at all, for a few seconds before entering the deep cutting that led to the tunnel. Most trains merely slowed down before taking the sharp curve before cutting. Baldio was responsible for signaling whether or not the tunnel was clear of obstruction, and his manual signal stood before the entrance. At night, it was his duty to see the lamp was burning and that the overland mail passed through safely. Shall I come to, father? Asked Tembu sleepily, still lying in a huddle in a corner of the hut. അപ്പോൾ എന്താണ്, ബാൽഡിയോ എന്നാണ് കഥാനായകന്റെ പേര് പറയുന്നത്. അപ്പോൾ ടെമ്പുവിന്റെ അച്ഛനാണ് ബാൽഡിയോ. പുള്ളി എന്താണ്, ഒരു വാച്ച്മാൻ ആയിരുന്നു. പുള്ളി എന്താണ്, ആ ഒരു നൈറ്റിൽ ഫോറസ്റ്റിലെ വാച്ച്മാൻ ആയിരുന്നു. അപ്പൊ ആ ഒരു നൈറ്റിൽ വാച്ച്മാനായിട്ട് ഫോറസ്റ്റിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്താണ് ടെമ്പു കണ്ണു തുറന്ന് നോക്കുന്നത്. എന്താണ്, അന്ന് നല്ല തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട്, രാത്രി ആയതുകൊണ്ട് ഷാളൊക്കെ ഇട്ട് കവർ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, അപ്പൊ ആ സ്റ്റേഷനിലേക്ക്, ജംഗിളിൽ ഒരു സ്റ്റേഷനിലാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സ്റ്റേഷനിൽ ട്രെയിനുകളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ഒരു ഫ്യൂ സെക്കൻഡ് ആണ്, കുറച്ച് നേരത്തേക്ക് മാത്രമായിരിക്കും അത് അവിടെ ആ ഒരു ടണലിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് ഓരോ ട്രെയിനും ആ ടണലിന് തൊട്ട് മുമ്പ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാറുണ്ട്, അതായത് സ്ലോ ചെയ്ത് പോവാറുണ്ട്. അപ്പൊ ആ ഒരു കട്ടിങ് എടുക്കുന്നതിന് മുമ്പ് ഒരു ഷാർപ്പ് കർവാണ്. അപ്പൊ ആ കട്ടിങ്ങിന് മുമ്പ് സ്ലോ ആക്കി ട്രെയിനുകളൊക്കെ പോകുന്നത്. അപ്പൊ ബാൽഡിയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, ആ ടണല് പോകുമ്പോൾ സിഗ്നൽ കൊടുക്കുക. അതായത് ആ ഒരു സിഗ്നലൊക്കെ കറക്റ്റ് ആണോ, എൻട്രൻസ് കയറുന്ന സമയത്ത് ലൈറ്റ് ഒക്കെ എല്ലാ ലാമ്പും കത്തുന്നുണ്ടോ, അതുപോലെ തന്നെ പാലൊക്കെ നല്ല ക്ലിയർ ആയിട്ടാണോ ഇരിക്കുന്നത്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതിനുള്ള ഒരു എന്താണ് നിർദ്ദേശങ്ങൾ കൊടുക്കുക, നല്ല രീതിയിലാണോ ആ എന്താണ് സിഗ്നൽ കൊടുക്കുക. അതിന് റെസ്പോൺസിബിൾ ആയിട്ടാണ് വാച്ച്മാനായിട്ട് ബാൽഡി അവിടെ നിൽക്കുന്നത്. അപ്പോൾ ആ ട്രെയിൻ കടന്നു പോകുന്ന സമയത്ത് ആ എൻട്രൻസിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്താണ്, ഈ ലൈറ്റ് കത്തുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അത് ഈസി ആയിട്ട് ആ എന്താണ് മെയിൽ ട്രെയിൻ പാസ് ചെയ്ത് സേഫ് ആയിട്ട് പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ബാൽഡിയോന്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ടെമ്പു ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ എണീച്ചിട്ട്, അച്ഛൻ ഞാനും കൂടി വരണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറയുന്നു, നോ, ഇറ്റ്സ് എ കോൾഡ് ടുനൈറ്റ്, ഡു നോട്ട് ഗെറ്റ് അപ്പ്. അപ്പൊ എന്താണ്, ഭയങ്കര തണുപ്പാണ്, നീ എണീക്കണ്ട, കിടന്നോ എന്ന് പറയാണ്. Then Tembu, who was tall, did not always sleep with his fathers at the station, for he had also to help in the home, where his mother and small sister were usually alone. They lived in a small tribal village on the outskirts of the forest, about 3 miles from the station. Their small rice field did not provide them with more than a bare living, and Baldio considered himself lucky to have got the job of Kalasi at this small
wayside signal stop. അപ്പോൾ ടെമ്പു എന്ന് പറയുന്നത് 12 വയസ്സുള്ള ഒരു മോനാണ്. അപ്പോൾ ടെമ്പുവിന് ഇതുവരെ അച്ഛൻ്റെ കൂടെ സ്റ്റേഷനിലൊന്നും കിടക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണ്, അവരുടെ വീട്ടിൽ അമ്മയും ഒരു സ്മോൾ സിസ്റ്ററും മാത്രമേ ഉള്ളൂ. അപ്പോൾ അവർക്ക് കാവലായിട്ട് ടെമ്പു വേണം. അതുകൊണ്ട് അച്ഛൻ്റെ കൂടെ ഒരിക്കലും സ്റ്റേഷനിൽ കിടക്കാനുള്ള ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. ഒരു ചെറിയൊരു ഈ ആദിവാസികളുടെ ആ ഒരു സ്ഥലത്തിനടുത്തുള്ളൊരു ചെറിയൊരു കൂരയിലാണ് അവർ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ഫോറസ്റ്റിന്റെ അടുത്താണ്. പക്ഷെ അച്ഛൻ പോകുന്ന സ്റ്റേഷൻ എന്ന് പറയുന്നത് അവരുടെ വീട്ടിൽ നിന്നും 3 മൈൽ അകലെയാണ്. അപ്പൊ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പാടമായിരുന്നു. ആ പാടത്തിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ബാൽഡിയോക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് വളരെ ഒരു ഉപകാരമായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. Still drowsy, Baldio groped for his lamp in the darkness, then fumbled about in search of matches. When he had produced a little light, he left the hut, closed the door behind him, and set off along the permanent way. Tembu had fallen asleep again. അപ്പോൾ സ്റ്റിൽ ഡ്രോസി എന്ന് പറഞ്ഞാൽ എന്താണ്, മയക്കം. വീണ്ടും മയക്കത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ബാൽഡിയോ എന്ത് ചെയ്തു, ആ ഒരു ഇട്ടത് ലാമ്പ്, അതായത് വിളക്ക് തപ്പി, ദെൻ വീണ്ടും വിളക്ക് കിട്ടി കഴിഞ്ഞപ്പോൾ അതിനു വേണ്ടി തീപ്പെട്ടിയൊക്കെ തപ്പിയെടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, വീട്ടിൽ നിന്ന് പുറത്തോട്ട് സാധാ പോകുന്ന പോലെ തന്നെ വാതിലടച്ചിട്ട് അദ്ദേഹം പോവാണ്. അപ്പൊ ടെമ്പു വീണ്ടും ഉറക്കത്തിലേക്ക് കടക്കുവാണ്. Section 2 നോക്കാം. At midnight, Baldio goes out of his hut into the thick forest. The jungle is full of dangerous animals, but Baldio has a job to do and it is important. അപ്പോൾ എന്താണ്, ആ അർദ്ധരാത്രിയിൽ ബാൽഡിയോക്ക് എന്ത് വേണം, വീട്ടിൽ നിന്ന് പുറത്തു പോകണം. ആ ഫോറസ്റ്റിലേക്കാണ് പോകുന്നത്. പക്ഷെ എന്താണ്, നമുക്കറിയാം കാട് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസ് ഉള്ള ഒരു സ്ഥലമാണ്. പക്ഷെ ജോബ് ചെയ്യാണ്ട് പറ്റില്ല, അത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ബാൽഡിയോക്ക് പോവാനേ പറ്റില്ല. Then Baldio wondered whether the lamp on the signal post was still alight. Gathering his shawl closer about him, he turned on, sometimes along the rail, sometimes along the ballast. He longed to get back to his warm corner in the hut. The nearness of place was increased by the neighboring hills which overhung the main line threatening. On entering the cutting with his sheer rock walls towering high above the rail, Baldio could not help thinking about the wild animals he might encounter. He had heard many tales of famous tunnel tiger, a man-eater which was supposed to frequent this spot. He hardly believed these stories, for since his arrival at this place a month ago, he had not seen or even heard a tiger. അപ്പോൾ എന്താണ്, ബാൽഡിയോ വണ്ടറായി നോക്കുന്ന സമയത്ത് എന്താണ്, സിഗ്നൽ പോസ്റ്റിൽ ലാമ്പുകളെല്ലാം തെളിഞ്ഞ് തന്നെ കിടക്കുവാണ്. അപ്പോൾ എന്താണ്, അയാൾ അതേ ഷേള് കുറച്ചുകൂടി ക്ലോസ് ആക്കി ഇട്ടു. അതുപോലെ തന്നെ റെയിലിന് ക്ലോസ് ആയിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ആളുടെ വീടും സ്റ്റേഷനും തമ്മിൽ 3 മൈൽ അകലമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഒരു രാത്രി എന്ന് പറയുമ്പോൾ ആ ഒരു വളരെ ഇരുട്ടും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ഒരു എന്താണ്, ഒരു ഷീറോക്ക് എന്ന് പറയുന്നത് ഒരു ശില്പം അല്ലെ, എന്താണ്, പാറകളുടെ കൊണ്ടുള്ള ഒരു ശില്പം ഉണ്ടായിരുന്നു. സോ അത് റെയിലിന് എബോ ആയിരുന്നു. അപ്പോൾ ഒരുപാട് വൈൽഡ് ആനിമൽസ് ഉണ്ടായിരിക്കും അല്ലെ, കേട്ടിട്ടുണ്ട്, അവര് ആക്രമിക്കും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചൊന്നും ആര് വറീഡ് ആവുന്നില്ലായിരുന്നു, ബാൽഡിയോ വറീഡ് ആവുന്നുണ്ടായിരുന്നില്ല. ഒരുപാട് സ്റ്റോറീസ് കേട്ടിട്ടുണ്ട്, ടൈഗറിനെയും മാനിറ്റേഴ്സിനെയും കുറിച്ച് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഒന്നിനെ കാണുകയോ കേൾക്കുകയോ ഒന്നും ആര് ചെയ്തിട്ടില്ലായിരുന്നു, ബാൽഡിയോ ചെയ്തിട്ടില്ലായിരുന്നു. Then there had of course been panthers, and only few days ago the villager had killed one with their spears and axes. Baldio had occasionally heard the sounds of panther calling to its mate, but they had not come near the tunnel or shed. Baldio walked confidently, for being a tribal himself, he was used to the jungle and its way. Like his forefathers, he carried a small axe, fragile to look at but deadly when in use. അപ്പോൾ എന്താണ്, അവിടെ എന്താണ്, പാന്തേഴ്സിന്, അതിൽ പുള്ളിപ്പുലികൾ ഉണ്ടായിരിക്കും. കുറച്ച് ദിവസം മുമ്പാണ് എന്ത് വില്ലേജേഴ്സ് അതിനെ കൊന്നത്, അവരുടെ കോടാലി വെച്ച് കൊന്നത്. ഒരിക്കലും അത് ഷെഡിലേക്ക് ടണലിലേക്ക് ഒന്നും വന്നിട്ടില്ല എന്നാണ് ആര് പറയുന്നത്, ബാൽഡിയോ പറയുന്നത്. അത് പിന്നെ ബാൽഡിയോ കോൺഫിഡന്റ് ആയിട്ട് നടക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ ഫാദർ എപ്പോഴും ക്യാരി ചെയ്യുന്ന ഒരു സ്മോൾ ഒരു കോടാലി ഉണ്ടായിരുന്നു. അതെപ്പോഴും അയാൾക്ക് ആവശ്യം വരും, അയാൾക്ക് യൂസ് ചെയ്യാം. ആ ഒരു കോൺഫിഡൻസോടെയാണ് അയാൾ ഇരിക്കുന്നത്. He prided himself in his skill in wielding it against wild animals. He had killed a young boar with its once, and the family had feasted on the flesh for 3 years.
3 days. The axe head of pure steel, thin but ringing true like a bell, had been made by his father over a charcoal fire. This axe was part of himself, and wherever he went, be it to the local market 7 miles away or to the tribal dance, the axe was always in his hand. Occasionally, an official who had come to the station had offered him good money for the weapon, but Baldio had no intention of parting with it. അപ്പോൾ എന്താണ് ബാൽഡിയോക്ക് വൈൽഡ് അനിമൽസിനെ എന്താണ് എന്ത് വന്നാലും ആക്സ് കൊണ്ട് നേരിടാമെന്നുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം ഒരു പന്നീനെ കൊന്നു, എന്നിട്ട് അത് അവരുടെ വീട്ടിൽ ഒരു 3 ദിവസത്തോളം അവരത് കഴിച്ചിരുന്നു ഫാമിലിയിൽ. ദെൻ എന്താണ് ആ ആക്സ് ആ കോടാലി ഉണ്ടാക്കിയത് ഒരു പ്യുവർ സ്റ്റീൽ കൊണ്ടായിരുന്നു. അത് തിന്നായിരുന്നു, അതുകൊണ്ട് തന്നെ ബെല്ല് പോലെ അത് റിങ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഫാദർ അത് എന്താണ് ചാർക്കോള് ഫയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരുന്നത്, കൽക്കരി അതുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുപോലെ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്ത് ഈ ആക്സ് എന്ന് പറയുന്നത്, കാരണം അത് എൻ്റെ അച്ഛൻ്റെ ഒരു ഓർമ്മ പോലെയായിരുന്നു. ദെൻ ലോക്കൽ മാർക്കറ്റിലേക്ക് മൈൽസ് എത്ര മൈൽ പോയാലും ട്രൈബൽ ഡാൻസ് എവിടെ പോയാലും ആ ഒരു ആക്സ് അദ്ദേഹം കോടാലി അദ്ദേഹം കൊണ്ട് നടക്കുമായിരുന്നു. അപ്പൊ ആ ഒരു വെപ്പൺ ആൾക്കാർ എത്ര വേണമെങ്കിലും പൈസ തരാന്ന് പറഞ്ഞിട്ട് പോലും അത് വിൽക്കാനായിട്ട് ബാൽഡിയോ തയ്യാറായിരുന്നില്ല. The cutting curved sharply, and in the darkness black entrance to the tunnel looked up menacingly. The signal light was out. Baldio set to work to haul the lamp down by its chain. If the oil had finished, he would have to return to the hut for more. The mail train was due in few minutes. അപ്പോൾ എന്താണ് ആ ഒരു ആക്സിന്റെ കട്ടിങ് കർവായിട്ട് ഭയങ്കര ഷാർപ്പായിട്ടായിരുന്നു കട്ട് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു എന്താണ് നല്ല ഇരുട്ടായിരുന്നു ആ ഒരു സമയത്ത് ടണലില്. അപ്പൊ എന്താണ് ആ സിഗ്നൽ ലൈറ്റ് എന്ത് ചെയ്തു, കെട്ടുപോയി. അപ്പോൾ അത് ലാമ്പ് അതിന്റെ ചെയിൻ വലിച്ചിട്ട് അദ്ദേഹം ഒന്ന് നോക്കി. പക്ഷെ ഇപ്പൊ ഈ ഓയിൽ തീർന്നു പോകുവാണെങ്കിൽ അദ്ദേഹത്തിന് വീട്ടിൽ ചെന്നിട്ട് വീണ്ടും ഓയിൽ എടുക്കേണ്ടതായിട്ട് വരും. പറഞ്ഞു സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് മൈൽസ് പോകണം, 3 മൈൽ പോകേണ്ടതായിട്ട് വരും. അപ്പോൾ തീർന്നു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോകേണ്ടതായിട്ട് വരും. അപ്പൊ മെയിൽ ട്രെയിൻ എന്താണ് 5 മിനിറ്റ് ലേറ്റ് ആയിരുന്നു. Then once more he fumbled for his matches. Then suddenly he stood still and listened. The frightened cry of barking deer followed by crashing sound in the undergrowth made Baldio hurried. There was still a little oil in the lamp. After an instant hesitation, he lit the lamp again and hoisted it into position. Having done this, he walked quickly down the tunnel, swinging his own lamp so that the shadow leaped up and down the soot-stained walls, and having made sure that the line was clear, he returned to the entrance and sat down to wait for the mail train. അപ്പോൾ എന്താണ് പിന്നെയും അദ്ദേഹം എന്താണ് തീപ്പെട്ടിക്കായിട്ട് തെരഞ്ഞു. അതിനുശേഷം അദ്ദേഹം സഡനായിട്ട് ലിസൺ ചെയ്ത സമയത്ത് ഒരു മാനിന്റെ കരച്ചിലൊക്കെ കേട്ടു. ആ ഒരു കരച്ചിൽ പെട്ടെന്ന് കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു പേടി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ ഒരു ഉണ്ടായിരുന്ന കുറച്ച് ഓയിൽ വെച്ചിട്ട് ലാമ്പ് കത്തിച്ച് പെട്ടെന്ന് ആ ലാമ്പ് ആട്ടി പോകുമ്പോൾ എന്താണ് അതിന്റെ നിഴലിങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം വേഗം എന്ത് ചെയ്തു, ടണലിലേക്ക് എന്ത് ചെയ്ത എൻട്രൻസിലേക്ക് വേഗം പോയി. മെയിൽ വരാൻ സമയമായതുകൊണ്ട്, ട്രെയിൻ വരാൻ സമയമായതുകൊണ്ട് ട്രെയിൻ വാസ് ലേറ്റ് ആയിരുന്നു. സിറ്റിംഗ് huddled up, almost dozing, he soon forgot his surroundings and began to nod. Back in the hut, the trembling of the ground told of the approach of the train, and a low, distant rumble woke by boy, who sat up rubbing the sleep from his eyes. Father, it's time to light the lamp, he mumbled, and then realized that his father has been gone some time. He lay down again, but he was wide awake now, waiting for the train to pass, waiting for his father returning footstep. Then എന്താണ് ട്രെയിൻ ലേറ്റ് ആയിരുന്നു. പിന്നെ എന്താണ് അദ്ദേഹം എന്താണ് അതിന്റെ സറൗണ്ടിങ് ഒക്കെ മറന്നു, അതിന്റെ ചുറ്റുപാട് മറന്നു. ദെൻ പിന്നെ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ബോയ്, അതാണ് ടെമ്പുവിനെ കുറിച്ചാണ്. ടെമ്പു എന്താണ് ഓർക്കത്തിന് കണ്ണൊക്കെ ഇങ്ങനെ തിരുമ്മി എണീറ്റിരിക്കുകയാണ്. എന്നിട്ട് ഫാദറിന്റെ അടുത്ത് ഇതാണ് എന്ത് സമയം, എന്താണ് ലാമ്പ് കത്തിക്കാനുള്ള സമയമാണ് ഇതെന്ന് ഇങ്ങനെ പിറുപിറുക്കാണ്. എന്നിട്ട് അപ്പോഴാണ് ടെമ്പു ഓർക്കുന്നത് അച്ഛൻ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു കുറെ മുമ്പ്, പോയി എന്ന് വിചാരിച്ച് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ ആള് എന്ത് ചെയ്തു, ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ അച്ഛൻ തിരിച്ചു വരുന്നത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ്.